ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആവണീസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടിരിക്കുകയല്ലേ? ഞങ്ങളിതാ കുഴപ്പമൊന്നുമില്ല, സേഫ് ആയിട്ടിരിക്കുന്നു കേട്ടോ. രാവിലെ എന്തൊക്കെയാണ് എല്ലാ കൂട്ടുകാരും പരിപാടികൾ? നമുക്കിതാ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ നല്ല തണുപ്പ് കിട്ടുന്നു. ഇപ്പോൾ 2 ദിവസമായിട്ട് നമുക്ക് വൈകിട്ടൊക്കെ നല്ല മഴ കിട്ടുന്നുണ്ട്. തന്നെ രാവിലെ എണീക്കുമ്പോൾ നല്ല തണുപ്പ് കിട്ടും. ഇപ്പോൾ കിളികളുടെ സൗണ്ടൊക്കെ ആയിട്ട് കേൾക്കാൻ നല്ല രസമാണ്. അപ്പോൾ നമ്മൾ ഡെല്ലൈനൊന്ന് അയച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫുഡൊക്കെ കൊടുത്തിട്ട് കുറച്ച് നേരം അയച്ചു വിട്ടപ്പോൾ ഇതാ അവൾ ഒരു സർക്കിട്ടൊക്കെ കഴിഞ്ഞിട്ട് വരുവാണ്. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എങ്ങോട്ടേലൊക്കെ പോയി കാണുന്നത്. പിന്നെ വേറെ കുറേ പട്ടികളൊക്കെ വഴിയൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ തന്നെ ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ എപ്പോഴും അയച്ചു വിട്ട് കഴിഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ നിൽക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടി ഡെല്ലൈനെ ബാബാന്നിട്ട് വിളിക്കുവാണ്. അപ്പോൾ ആവണിക്കുട്ടി തപ്പണി ഈച്ചിട്ടേ ഉള്ളേ. ഡെല്ല കം 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 വാ. അപ്പോൾ എന്തായാലും ആളൊന്ന് കൂട്ടിക്കരട്ടെ കേട്ടോ. കുറേ നേരം ഇപ്പോൾ നമ്മൾ അയച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം അയച്ചു വിട്ടിന് നമുക്ക് എന്തായാലും ഒന്ന് പറ്റുവാണെങ്കിൽ ഒന്ന് കുളിപ്പിക്കണം. ഒരാഴ്ച ആവാനായി ഇപ്പോൾ ആളെ കുളിപ്പിച്ചിട്ട്. അപ്പോൾ എന്തായാലും നോക്കട്ടെ, പറ്റുവാണെങ്കിൽ ഒന്ന് കുളിപ്പിക്കാം കേട്ടോ. എന്തായാലും രോമൊക്കെ ഒന്ന് ചീവി കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് ചെയ്യാം. കം 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 ബാ ബാ. അപ്പോൾ നമ്മളുടെ രോമൊക്കെ ചീവി കൊടുക്കാൻ വേണ്ടി വിളിച്ചപ്പോഴത്തേന് ആൾ പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ട്. നല്ല അനുസരണയാണേ. എന്താ ആവണിക്കുട്ടി എന്ത് ചെയ്യണേ? അമ്മ വെറുതെ രോമൊക്കെ ഒന്ന് ചീവി കൊടുക്കുവാണേ. അത്യാവശ്യം നല്ല ഹെയറിലുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചീവിലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ജട പിടിച്ച് പോലെയൊക്കെ ആവും. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചീവി കൊടുക്കണം. അപ്പോൾ കുറച്ച് നല്ല ഷൈനിങ്ങും ആവുമല്ലോ. എന്താണ് ഇത്? എവിടെ പോയി ക്ഷീണിച്ച് വന്നിരിക്കുവാണല്ലോ. കിതക്കുണ്ടല്ലോ. കയ്യൊക്കെ തരുന്നുണ്ടല്ലോ. തിരി ചീവിട്ടെ. ഫുഡൊക്കെ കഴിച്ചു ഇല്ലേടി കള്ളിപ്പിന്നെ? ഫുഡ് കഴിച്ചോ നീ? ആവണിക്കുട്ടി ചീവണ്ട കേട്ടോ, അമ്മ ചീവാട്ടോ. ആൾക്ക് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ അവൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാട്ടോ. എന്തായാലും അവൾക്ക് ഇപ്പോൾ ചീപ്പ് കിട്ടിയാൽ കൊള്ളാന്നുണ്ട്. ഇല്ല രോമം തെറിക്കും. പൊന്നിൻ്റെ മേലേക്ക് വരും. വേണ്ട, അമ്മ ചീവി കൊടുക്കാം കേട്ടോ. എന്താടാ കുട്ടി ഇവിടെ ഇരിക്കുവാണോ? അപ്പോൾ അതാ അവൾക്ക് എന്തായാലും ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവളെ സ്റ്റൂളിൽ കയറ്റി ഇരുത്തിരിക്കുവാണേ. കഴിഞ്ഞു കേട്ടോ. അതാ കുറച്ചുകൂടി ഉള്ളൂ ഒരു ചീവാൻ. ആളപ്പത്തേനും ഇവിടെ കിടന്ന് വന്നിട്ടുണ്ട്. നമുക്ക് എവിടെ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ ജീവിക്കുക എന്നുള്ള രീതിയിലാണ് ആളുടെ കിടത്തം. അപ്പം എന്തായാലും നന്നായിട്ടൊന്ന് ചീവി കൊടുക്കട്ടെ. എന്ത് മുത്തേ? കഴിഞ്ഞു അമ്മ വരുവാ കേട്ടോ. അമ്മ വരുവാ. ഇങ്ങനെ ചീവും കൂടി ചെയ്യുന്ന സമയത്ത് ഇനി എങ്ങാനും പുറത്തൊക്കെ നമ്മൾ വിട്ടതുകൊണ്ടേ അട്ട എന്തെങ്കിലും കടിച്ചിട്ടുള്ളതൊക്കെ നമുക്ക് ഈ ഒരു സമയത്ത് അറിയാൻ വേണ്ടി പറ്റുവേ. പൂ പറിക്കല്ലേ. നന്നായിട്ട് കിതക്കുന്നില്ല. വെള്ളമൊക്കെ കുടിച്ചു കിട്ടുമെന്ന് അയച്ചു വിട്ടിട്ട് കുറച്ച് നേരം അങ്ങ് പോയിട്ടുണ്ടായിരുന്നല്ലോ. കഴിഞ്ഞു. സുന്ദരിയായി മതി. സുന്ദരിയാക്കിയതിനാണ് തോന്നുന്നു ഷെയ്ക്കാനൊക്കെ തരുന്നുണ്ട്. മതി നമുക്ക് കൂട്ടിക്കറാം കേട്ടോ. പോവാ കൂട്ടിക്കറാ. ഇത് കുറേ കഴിഞ്ഞിട്ട് ഇനി വൈകിട്ട് ഇനി ഒന്ന് അയച്ചു വിടാം. അപ്പോൾ എന്തായാലും ആളൊന്ന് ഞാൻ പതുക്കെ കൂട്ടിക്കരട്ടെ. ഗോ കൂട്ടിപ്പോക്കോ. അങ്ങനെ എന്തായാലും നമ്മുടെ ഡെല്ലേനെ നന്നായിട്ട് നമ്മൾ ചീവി കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ചീവിയത് പോരായിട്ട് നമ്മുടെ ആവണിക്കൂടി ചീപ്പൊക്കെ എന്തെങ്കിലും വാങ്ങിയിട്ട് ചീവുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഡെല്ലയുടെ ആ ഒരു രോമയ്ക്ക് നല്ല രീതിയിൽ തന്നെ ഷൈനിങ് ആയിട്ടുണ്ട്. മറ്റേ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചീവി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ രോമത്തിൽ എന്തെങ്കിലും ജടയിലൊക്കെ പോകാൻ പറ്റുന്നത് നന്നായിട്ട് ഷൈനിങ് ആയിട്ട് അവരെ കാണാൻ തന്നെ ഒരു പ്രത്യേക ലുക്കായിരിക്കും. നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ കൂട്ടി കയറ്റിയിട്ട് നമ്മുടെ അടുത്ത ആളെ ഇറക്കണം കേട്ടോ. കാരണം നമ്മുടെ ലൈക്കേനെ ഒന്ന് നന്നായിരുന്നു ചീവി കൊടുക്കണം. അപ്പം എന്തായാലും വെയിൽ നോക്കിയിട്ട് കുളിപ്പിക്കാന്ന് വെച്ചിട്ടാട്ടോ. കാരണം രോമൊക്കെ അത്യാവശ്യം ഉള്ളതുകൊണ്ട് നന്നായിട്ട് ഉണങ്ങും കൂടി വേണം. അപ്പോൾ നല്ലൊരു തണുപ്പാണ് കാണുന്നത്. അപ്പോൾ മഴയാണോന്നും അറിയില്ല. അപ്പോൾ എന്തായാലും നോക്കിയിട്ട് നമുക്ക് കാലാവസ്ഥ എങ്ങനെ നോക്കിയിട്ട് കുളിപ്പിക്കാം. അപ്പോൾ എന്തായാലും പതുക്കെ ആളെ കൂട്ടിക്കയറ്റിയിട്ട് അടുത്ത ആളെ ഇറക്കാം നമുക്ക്. അമ്മ പൊന്നി ചീവുവാണോ? എന്ത് ചെയ്യണേ? ചീവുവാണോ? സുന്ദരിയാക്കുവാ? ആഹാ, ആൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. പിന്നെ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. മാത്രമല്ല സേഫാണ്, നമുക്ക് അറിയാം. അതുകൊണ്ടാട്ടോ ആളെങ്ങനെ വിടുന്നത്. അല്ലാതെ വേറെ ഒന്നുമല്ല. ആരെങ്കിലും കാണുന്നവർ തെറ്റിദ്ധരിക്കേണ്ട കുട്ടീനെ നിങ്ങൾ എന്തെങ്കിലും പട്ടിയുടെ അടുത്തേക്ക് വിടുന്നതൊക്കെ വിചാരിച്ചിട്ട് പുറത്തുനിന്ന് ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ വന്നിട്ട് നമ്മുടെ ആവണിക്കുട്ടീനെ ഇങ്ങനെ വെറുതെ ഒന്ന് വിളിച്ചാൽ തന്നെ മതി. അപ്പോൾ എല്ലാവരും നമ്മളിപ്പോൾ പുറത്തുനിന്ന് ജസ്റ്റ് അഴിച്ചു വിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഓടി വരും. എന്നിട്ട് നേരെ ആവണിയുടെ ക്രോസ് പോയി നോക്കേ. അത്രയ്ക്ക് ഭയങ്കര കെയറിങ് ആട്ടോ ആള്. അതുകൊണ്ടാണ് തിരിച്ചവൾ ഇത്രയും നല്ല കെയറിങ് കൊടുക്കുന്നത്. അല്ലേടി പെണ്ണേ? നക്കി തുടയ്ക്കുവാണല്ലോ നന്നായിട്ട്. കയറാൻ പറഞ്ഞാൽ പിന്നെ കുറേ നടക്കേണ്ട ആവശ്യമില്ല. കയറിക്കോളുവേ. അവളെ കൂട്ടിക്കയറ്റി നമ്മുടെ ആവണിക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ആളെ ഒന്ന് പോയി എടുക്കട്ടെ കേട്ടോ. കൈയൊക്കെ ഒന്ന് കഴുകട്ടെ. അപ്പം എന്തായാലും അവളെ കുറേ നേരം നമ്മൾ അഴിച്ചു വിട്ടിരിക്കുകയാണ്. അതൊക്കെ ഇനി നമുക്ക് അഴിച്ചു വിട്ടാൽ ശരിയാണ്. അപ്പം എന്നാലും കൂട്ടി കയറ്റിയിരിക്കുകയാണ്. അപ്പോൾ ആവണിക്കുട്ടിനെ എടുത്തിട്ട് അവളുടെ കരച്ചിലൊന്ന് മാറ്റിട്ടോ ആദ്യം പോയിട്ട്. അപ്പോൾ ഇത് കുറച്ച് കക്കയാണ്. നമ്മുടെ ആവണിക്കുട്ടിയുടെ കരച്ചിലൊക്കെ പോയി ഒന്ന് എടുത്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ള ആൾക്ക്. അപ്പം എന്തായാലും അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ചുറ്റും കുറച്ച് കക്കയൊന്നും ഇടാറുണ്ട്. കാരണം എന്തെങ്കിലും സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പൊക്കോളൂ. അപ്പോൾ എന്തായാലും കുറച്ചത് നീറ്റാക്കിയാട്ടോ. അപ്പോൾ ഒരുപാട് കട്ടിക്കിടുന്നില്ല,
കുറച്ചൊന്നും ഇടുന്നേ ഉള്ളൂ. ഓൾറെഡി നമ്മൾ കൂടൊക്കെ നന്നായിട്ട് വൃത്തിക്കൊക്കെ ഒരു ലോഷനൊക്കെ ഇട്ടിട്ട് കഴുകണമാണ്. എന്നാൽ കൂടി ഇതൊന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ഇട്ട് ഇപ്പോൾ മഴക്കാലം കൂടി ആകുമ്പോഴേ കുട്ടി അങ്ങോട്ട് മാറിക്കോ. അമ്മയിടാം. അപ്പം എന്തായാലും നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. നമുക്കിത് പറമ്പിലൊക്കെ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കക്കയാണ്. അപ്പം എന്തായാലും ബാലൻസ് കുറച്ചിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം ആ ഒരു പണിയൊക്കെ നന്നായിട്ട് തന്നെ കഴിയും. അപ്പോൾ ഇന്ന് രാവിലെ ആയാലും നമ്മുടെ പണികളൊക്കെ നേരത്തെ തന്നെ തീർന്നുണ്ട്. അപ്പം നമുക്ക് പണിക്കൊന്നും പ്രത്യേകിച്ച് ആളില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് അധികം വലിയ പണികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എന്തായാലും അതൊക്കെ കഴിഞ്ഞ അവസ്ഥയ്ക്ക് കഴിഞ്ഞാൽ നമുക്ക് പൂച്ചെടിയുടെ ഉള്ളിൽ കുറച്ച് കാട് പറിക്കാറുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മഴ കിട്ടുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് കാട് കൂടി കയറുന്നുണ്ട്. അപ്പം നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടാകും ഇതേപോലെ ഒരു ഷീറ്റൊക്കെ വിരിച്ചിട്ട് സെറ്റ് ചെയ്യുന്നത്. ആ ഒരു ഭാഗത്ത് ഒട്ടും പുല്ലില്ല കേട്ടോ. അത് നമുക്ക് നല്ല യൂസ്ഫുൾ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ആ ഷീറ്റ് വിരിക്കാത്ത രീതിയിലുണ്ട് ഈ ഒരു ഭാഗത്ത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കേട്ടോ കുറച്ച് കാടുള്ളത്. അപ്പോൾ ഇതിലൊക്കെ കുറേ എണ്ണം നമ്മുടെ ചെടികൾ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്പോർട്സ് ചെടികൾ നമ്മുടെ കാശുതുമ്പ എന്നൊക്കെ പറയും. ചില സ്ഥലങ്ങളിൽ എന്താ പറയുന്നത് എനിക്ക് അറിയില്ല. എന്നാലും സ്പോർട്സ് ചെടി കാശുതുമ്പ എന്നൊക്കെ നമ്മളിവിടെ പറയാറുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പൊട്ടി മുളച്ചിട്ടുണ്ട്. ഒരുപാട് തൈകളുണ്ട് ചുറ്റും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഈ ഒരു വിത്ത് കാണിച്ചു കൊടുത്ത ആൾ ഇതേപോലെ നമ്മളിപ്പോൾ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് ആൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ കാണിച്ചു കൊടുക്കണേ? ചീരയാണത്. ചീര കാണിച്ചു കൊടുക്കുകയാണോ? അപ്പോൾ എന്നാലും ഇതിൻ്റെ കുറേ തൈകൾ ഒത്തിരി മുളച്ചിട്ടുണ്ട്. അപ്പോൾ എന്നാലും നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ നമുക്ക് നടാം. അപ്പോൾ ഇത് കുറച്ച് ശോഷിച്ച പോലെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറേ ഉണ്ട്. അപ്പോൾ എന്നാലും ശോഷിച്ചതും വേണ്ടാത്തൊക്കെ നമുക്ക് പറിച്ച് കളഞ്ഞിട്ട് ആ ഒരു ഭാഗം നന്നായിട്ട് നീറ്റാക്കി ഇടാം. ഈ ഒരു ചീരയും നമ്മൾ 2-3 വട്ടം നന്നായിട്ട് വിളവെടുത്തായിരുന്നു. എന്നിട്ട് നമുക്ക് ഒരുപാട് ഇല നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അടുത്ത ചീര പൊട്ടിക്കാനായില്ലേ നമുക്ക്. അയ്യോ എൻ്റെ കൊച്ചിന് ആരോ പറയുന്നുണ്ടല്ലോ. ആരാ അമ്മയുടെ പൊന്നിന് പറയണേ? അപ്പോൾ കുറച്ച് ഇണ്ട് ഇടും ഞങ്ങൾക്ക് കാട് പറിക്കാൻ വേണ്ടി. എന്നാലും ഞാൻ അതൊന്ന് പറിക്കട്ടെ. അമ്മയുടെ പൊന്നമ്മേനെ കാട് പറിക്കാൻ സഹായിക്കാൻ വന്നിരിക്കുക. നമ്മുടെ പൂച്ചെടിനേക്കാളും നല്ല ഹൈറ്റിലാണ് ഈ ഒരു ചെടി വന്നിരിക്കുന്നത്. എന്തോ ഒരു കാട്ടുചെടിയാണ്. എപ്പോഴും നമ്മളത് നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്താൽ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അത് കുറച്ചുകൂടി ഉണ്ടിട്ട് ആ ഒരു തലവരെ പറിക്കാൻ വേണ്ടി അത് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കട്ടെ. പൂക്കാലത്തിൻ്റെ വരവറിയിച്ച പോലെ പൂത്തുലഞ്ഞ് നിൽക്കുകയാണ് നമ്മുടെ മെലസ്റ്റോമ പ്ലാന്റ്. ഇപ്പോൾ ഇടയ്ക്ക് സീസണൊന്നും ഇല്ലാത്ത രീതിയിൽ പൂക്കൾ ഫുള്ളായിട്ട് തന്നെ തീർന്നിട്ടുണ്ടായിരുന്നുണ്ട്. എന്നിട്ട് ഒരുപാട് തളിരൊക്കെ ഇട്ട് ഒത്തിരി മുട്ടൊക്കെ ആയിട്ട് ഇതാ ഒരുപാട് പൂണ്ടിട്ട് ഇപ്പോൾ അധികം ഹൈറ്റ് ഇല്ല കേട്ടോ. പക്ഷെ നല്ല ഇത് തന്നെ അടിയിൽ നിന്നൊക്കെ ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ പൊട്ടിമുളച്ച് ഇങ്ങനെ നന്നായിട്ട് വട്ടം വീശി വന്നിരിക്കുവാണേ. കഴിഞ്ഞു കേട്ടോ. ഇന്നിപ്പോൾ വരാം. ഇതൊക്കെ നമ്മൾ ഇതേപോലെ മണ്ണിൽ നേരിട്ട് നട്ടു കൊടുത്തുള്ളത്. അതുകൊണ്ട് നമുക്ക് എന്തായാലും അവിടെ ആ ഒരു ഭാഗത്ത് ഷീറ്റ് വിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഷീറ്റ് വിരിച്ചവിടെ എന്തായാലും നല്ല അടിപൊളിയായിരുന്നു. നമുക്ക് അത്രയും നല്ല യൂസ്ഫുൾ തന്നെയാണ്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല യൂസ്ഫുൾ ആവും എല്ലാവർക്കും. പലതരം പുല്ലുകൾ മുളച്ച് വന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെ. പിന്നെ മഴയൊക്കെ പെയ്ത് തോർന്നുകൊണ്ട് തന്നെ മണ്ണ് നല്ല ലൂസായിട്ട് ഇളകിയിരിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ചില പുല്ലൊക്കെ നല്ല ഹാർഡായിട്ടിരിക്കുമല്ലോ. അപ്പോൾ മഴ പെയ്തുകൊണ്ടാവണം. അമ്മയ്ക്കാണോ സ്റ്റൂള്? അമ്മ ഈ സ്റ്റൂള് വേണ്ട. അമ്മ ഇവിടെ പണി ചെയ്യുമല്ലേ. കുട്ടി ഇരുന്നോ അതിൽ? കാര്യമായിട്ട് സ്റ്റൂളൊക്കെ കൊണ്ടു തന്നിട്ടുണ്ടല്ലോ. എന്തോ എന്താണോ അമ്മയുടെ പൊന്നിരുന്നോന്ന്? അമ്മയുടെ ഭാവി ഇരിക്കും. അമ്മ ഇവിടെ ക്ലീൻ ചെയ്യട്ടെ കേട്ടോ. കുട്ടി അത്രയും നേരം ഒതുങ്ങിയിരുന്നാൽ മതി. ആഹാ പൊക്കത്ത് കയറാനാ? അമ്മ പെട്ടെന്ന് പറിക്കാം. അപ്പം എന്തായാലും ഞങ്ങൾ ഇത് ഫുള്ളായിട്ടൊന്ന് പറിച്ചിട്ട് കാണാം. പറിക്കാം. അവിടെ അപ്പോൾ സ്പോർട്സ് സീഡിൽ ഞാൻ വേണ്ടാത്ത കുറച്ചൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഹെൽത്തി ആയത് മാത്രം നമുക്ക് അതിന് നിർത്തിയാൽ മതിയല്ലോ. അപ്പോൾ അതിൻ്റെ ചോട്ടിക്കൂടി ഈ ഒരു കളറിലൊക്കെ കാണുന്നത് നമ്മൾ ചാണകമൊക്കെ കലക്കി ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ. നമ്മുടെ ചെടികളൊക്കെ പതക്കുകയാണ് കേട്ടോ. കുറേയൊക്കെ നമ്മുടെ ചെടികളൊക്കെ നന്നായിട്ട് ഞാൻ വലിച്ചെടുത്തിട്ടുണ്ട്.
ഇതിൻ്റെ ഇടയിൽ കൂടെ സീനിയുടെ ഒക്കെ വിത്ത് മുളച്ചിട്ടുണ്ടേ. സീനി അതേപോലെ തന്നെ ചെണ്ടുമല്ലി അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. ഈ ഒരു ചെടി ഞാനൊരു ചോട് കൊണ്ട് നട്ടാണ്. പക്ഷെ നോക്കുന്നത് അത്യാവശ്യം നന്നായിട്ട് ഇവിടെ സ്പ്രെഡ് ആയിട്ടുണ്ട്. കാണാൻ നല്ല രസമാണ്. അടിയിലേക്ക് വേറൊരു ഷെയ്ഡും മേളിലേക്ക് വേറൊരു ഷെയ്ഡായിട്ട് നല്ല ഒരു ഡബിൾ ഷെയ്ഡായിട്ടാണ് നിൽക്കുന്നത്. എന്തായാലും അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു ചീര ഒന്ന് ഒടിച്ചെടുക്കാം കേട്ടോ. കാരണം ഈ ഒരു ടൈമിൽ നമ്മൾ ഒടിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നന്നായിട്ട് മൂത്ത് പോയിട്ട് ഒടിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റ് ടൈമാണ്. അതിന് അടുത്തുള്ള ഒരു ചെടികൾക്ക് ഒരു ആശ്വാസം കിട്ടിയ പോലെ ആയിക്കാണും. ഇപ്പോൾ ഒരു മഴയുടെ ലക്ഷണം ഉണ്ട് കേട്ടോ. നന്നായിട്ട് തണുത്ത കാറ്റും കാലാവസ്ഥ പെട്ടെന്ന് തന്നെ ഒന്ന് മാറിയിട്ടുണ്ടേ. അറിയില്ല തീർക്കാൻ പറ്റുമോ. എന്തായാലും നമുക്ക് മഴ വരുന്നവരെ പെട്ടെന്നൊന്ന് പരമാവധി ചെയ്യാം കേട്ടോ. കുറേ കുടങ്ങലിൻ്റെ ചെറിയ ചെറിയ ഇലകളൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ചെറിയ ചെടികളിൽ ഇതെടുത്തോ. ഇത് ഉള്ളി കൊണ്ടേക്കോ പൊന്ന്. ഉള്ളി കൊണ്ടേക്കി കളയല്ലേ, വീഴാതെ കൊണ്ടേക്കോ. അവിടെ ഇത്രയും ചീര നമുക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള ചീര തന്നെയാണ്. അപ്പം നമുക്ക് നോക്ക് നല്ല കടും കളർ തന്നെയല്ലേ. കുറച്ചുകൂടി ഇട്ടിട്ട് നമുക്ക് ചീര പൊട്ടിക്കാൻ വേണം. എന്നാലും ഞാൻ ഇപ്പോൾ വേറെ നമ്മൾ കറിയൊക്കെ വെച്ചുകൊണ്ട് ഞാനിപ്പോൾ പൊട്ടിക്കുന്നില്ല. നമുക്ക് നാളെ എടുക്കാമല്ലോ ആവശ്യമുണ്ടെങ്കിൽ. അപ്പം നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ എടുക്കാമല്ലോ. എന്തായാലും നമ്മുടെ പൂച്ചെടിൻ്റെ ഉള്ളിലെ കാട് ഫുള്ളായിട്ട് നിന്ന് തീർക്കാമെന്ന് വെച്ചിട്ടാണ് നിന്നത്. പക്ഷെ എന്നാലും അത് തീർക്കാനുള്ളൊരു സമയം നമുക്ക് കിട്ടില്ല. കാരണം അതിൻ്റെ മുന്നേ തന്നെ മഴ പെയ്തിട്ട്. അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് പിന്നെയും പറിക്കാൻ വേണ്ടി അവിടെ നിന്ന് നമ്മുടെ ആവണിക്കുട്ടി എന്തായാലും എൻ്റെ പുറകെ ഞാൻ അവിടുന്ന് കയറാതെ ആളെന്തായാലും കയറില്ല. അപ്പം എന്നാലും അത് നമ്മൾ പകുതിയോളം പറിച്ചിട്ട് കുറച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും സമയം കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് ബാക്കി ഇവിടുന്ന് പറിക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്കിവിടെ പച്ചക്കറി വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പച്ചക്കറി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ പച്ചക്കറി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സവോള കേട്ടോ വാങ്ങിക്കും. അപ്പോൾ 3 കിലോ 100 ആട്ടോ അപ്പോൾ സവോളയുടെ റേറ്റ്. ഇപ്പോൾ ഇവിടെ എങ്ങനെയാണ് അപ്പം എന്തായാലും എല്ലാവരും എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും അതേപോലെ ഞങ്ങൾ 1 കിലോ തക്കാളി കൂടി വാങ്ങിയിട്ട്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള തക്കാളി തന്നെയാണ്. ഇപ്പോൾ ഒട്ടും കേട് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എല്ലാം പഴുത്തതും കിട്ടും. അപ്പോൾ നമുക്ക് പുറത്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഫുള്ള് പഴുത്ത് പോകും. അപ്പോൾ വേണ്ടത് കുറച്ച് പുറത്ത് വെച്ചിട്ട് ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോൾ സവോളയൊക്കെ ഇതാ മീഡിയം സൈസ് ആട്ടോ. അപ്പോൾ ഒത്തിരി ചെറുത് വരാം, ഒത്തിരി വരുന്നില്ല. കാരണം നമുക്ക് കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ഡെയിലി നമുക്ക് സവോളയുടെ ആവശ്യമുള്ളതുകൊണ്ട് എന്താ 3 കിലോ 100 ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ മഴ പെയ്തോണ്ട് നമുക്കിനി പുറത്തുള്ള പണികളൊന്നും പെട്ടെന്നൊന്നും നടക്കില്ല. അപ്പോൾ എന്നാലും ബാക്കി നമുക്ക് കുറച്ച് പണികളൊക്കെ എടുപ്പതാലും അതൊക്കെ ഒന്ന് കാണാം. അമ്മയുടെ പൊന്നെ എന്താ ഇവിടെ പരിപാടി? തക്കാളി കഴിക്കുവാണോ? അപ്പോൾ എന്തായാലും നമ്മുടെ ആവണിക്കുട്ടി പൂച്ചെടിയിലത്തെ കാടൊക്കെ പറിച്ചതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി തക്കാളി 2 കയ്യിൽ ഓരോന്ന് എടുത്ത് പിടിച്ചിട്ടുണ്ടേ. അതൊക്കെ ഇങ്ങനെ തക്കാളി വെറുതെ കഴിക്കാൻ വേണ്ടി ഇഷ്ടമാണ്. അപ്പോൾ നല്ല നന്നായിട്ട് കഴുകി കൊടുത്തിട്ടുള്ളതാണേ. അപ്പോൾ നമ്മൾ കറിയിൽ ഇപ്പോൾ സാമ്പാറിലോ അല്ലാതെ വേറെ എന്തെങ്കിലും കറിയിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവളങ്ങനെ കഴിക്കില്ല കേട്ടോ. അവളത് മാറ്റി ഇങ്ങ് വെക്കുമോ. അപ്പോൾ എന്തായാലും തക്കാളി കഴിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ആൾ. നമ്മളിവിടെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആയിട്ട് നട്ടിട്ടുള്ള നമ്മുടെ തക്കാളി ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഫുള്ളായിട്ട് തീർന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സീസണൊക്കെ തീർന്നപ്പോൾ നമ്മൾ ആ ഒരു ചെടിയൊക്കെ ഫുള്ളായിട്ട് പറിച്ച് കളഞ്ഞപ്പോൾ നമ്മളിപ്പോൾ വേറെ സംഭവങ്ങളൊക്കെ കേട്ടോ നട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ തക്കാളി കഴിക്കട്ടെ. അതേപോലെ തന്നെ ഞാൻ അവിടെ ഉള്ളിൽ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. എന്തായാലും കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഇതിൻ്റെ 2-3 വെറൈറ്റി ഉണ്ട് എൻ്റെ കയ്യിൽ. അതേപോലെ തന്നെ കുറച്ച് മണി പ്ലാന്റ് കൂടി ഉണ്ട്. അപ്പോൾ എന്തായാലും പ്ലാന്റ്സ് ഒക്കെ നല്ല ഉഷാറായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ വരാം പൊന്നാ, അപ്പോൾ വരാം. വെള്ളം നമ്മുടെ ബോട്ടിൽ തീരുന്നതിനനുസരിച്ച് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാറാണ്. അതേപോലെ തന്നെ ഉണങ്ങിയ ഇലയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൈയോടെ അങ്ങനെ മാറ്റുവാണെങ്കിൽ കുറച്ച് നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുമല്ലോ. അപ്പോൾ ചില ബോട്ടിലൊക്കെ കുറച്ച് വെള്ളം കുറവ് കിട്ടും. അതിൽ നമുക്ക് കഴിഞ്ഞിട പൊന്നാ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കുറച്ച് നന്നായിട്ട് ഒഴിച്ചൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് വലിച്ചെടുക്കുന്നതിനനുസരിച്ചിട്ടാണ് ഇവരുടെ ഗ്രോത്ത്. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ഓപ്പൺ ആയിട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് നമുക്ക് ഇവിടെ ഒരു സ്പേസ് വിട്ടത്. അപ്പം അതാണ് ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയി കിടക്കുന്നത്. അപ്പം എന്തായാലും ആ ഒരു വാതിലോട് തുറന്നിടുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഭാഗത്തിന് അത്യാവശ്യം സൺലൈറ്റ് ഒക്കെ കിട്ടും കേട്ടോ. നല്ല വെയിലുള്ള സമയമൊക്കെ ആണെങ്കിൽ. പുറത്താണെങ്കിൽ മഴയുണ്ടല്ലോ. അപ്പോൾ കറണ്ടാണെങ്കിൽ കറണ്ടും പോയിട്ടോ. അപ്പോൾ ഇതാണ് ഇത് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട്. കരിയിലകളൊന്നും അങ്ങനെ എടുത്ത് കളയാനൊന്നും അധികം ഇല്ല കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ഉള്ളൂ, അധികമൊന്നുമില്ല. നല്ല ഫ്രഷ് ആയിരുന്നു. എന്നാലും കുറച്ചുകൂടി ഉണ്ട് കേട്ടോ ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ നമ്മുടെ ജനലിൻ്റെ സൈഡിലൊക്കെ നമുക്ക് റൂമിലൊക്കെ ആയാലും കുറച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും അതൊരു നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ.
ഈ ഒരു മണി പ്ലാന്റ് ഒക്കെ നമുക്ക് വെള്ളത്തിലിട്ട് വളർത്തുന്ന അതേപോലെ നമുക്ക് സാധാരണ നമ്മൾ ചെടിയൊക്കെ നടില്ലോ പോട്ടിങ് മിക്സറൊക്കെ ആക്കിയിട്ട് പോട്ടുകളിൽ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് നടാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്യാവശ്യം സൺലൈറ്റ് ഒക്കെ കിട്ടുന്ന ഒരു ഏരിയയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഒരു ഗ്രോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതൊക്കെ എൻ്റെ കയ്യിൽ ഇങ്ങനെ വെറുതെ കിടന്ന ബോട്ടിൽസ് ആട്ടോ. അപ്പോൾ എന്തായാലും നന്നായിട്ട് വളരെ മഴ പെയ്ത് ഓർമ്മയിലുണ്ട്. കറണ്ടൊക്കെ ഏത് വഴി പോയതുപോലും അറിയില്ല കേട്ടോ. നല്ല ശക്തിക്ക് പുറത്ത് നന്നായിട്ട് മഴയും പെയ്യുണ്ട്. അതുപോലെ തന്നെ കറണ്ട് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്തു. അപ്പോൾ എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും വീഡിയോ ഞാൻ ഷൂട്ടൊന്നും ചെയ്തില്ല. കാരണം വേറൊന്നുമല്ല, ക്ലാരിറ്റിയുടെ ഒരു പ്രശ്നമുണ്ടല്ലോ. കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കുറച്ച് നല്ല ഇരുട്ടൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അതൊന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പണികളൊക്കെ എന്തായാലും ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. എനിക്ക് അച്ചാറിടാറുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം അച്ചാറിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അച്ചാറൊക്കെ നമ്മൾ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ വൈകിട്ട് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടില്ല കേട്ടോ. മാങ്ങ നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പൂടി ഇട്ടിട്ട് നന്നായിട്ട് അടച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മാങ്ങിയതാ കുറച്ച് ആ ഒരു വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് തന്നെ. അപ്പോൾ നമുക്ക് നല്ല നിന്ന് അച്ചാറിടാം. അപ്പോൾ ഓൾറെഡി ഉപ്പൊക്കെ പിടിച്ചുകൊണ്ട് നമുക്ക് ഇന്നലെ കഴിച്ചാൽ തന്നെ അടിപൊളി തന്നെ ആയിരിക്കും. കാരണം നമ്മൾ ഇന്നലെ തന്നെ ഉപ്പിട്ടിട്ട് നന്നായിട്ട് അരിഞ്ഞ് വെച്ചതാണല്ലോ. അപ്പോൾ ഇത് നേരത്തൊന്ന് അച്ചാറിടണം. അതേപോലെ തന്നെ അവിടെ കുട്ടിക്ക് ഫുഡ് കൊടുക്കാനുള്ള ടൈമായി. ആൾക്ക് ചോറൂടെ ഒന്ന് കൊടുക്കട്ടെ. അപ്പോൾ കറണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തായാലും നമുക്ക് വീട്ടിലായാലും വീഡിയോ ഷൂട്ട് ചെയ്ത് കുറച്ച് റിസ്ക് ആണ്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീട് ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ തന്നെ ഒരാൾ ഇവിടെ ഹായ് തരാൻ തുടങ്ങിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്ന് പറ. അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് കാണുന്നവരെ ബൈ. ബൈ പറഞ്ഞേ. ബൈ പറ അമ്മ. ബൈ. ബൈ പറയാത്ത മുന്നേ ഇവിടെ താഴെ നിന്നിട്ട് ഭയങ്കര ബൈ കൊടുക്കലായിരുന്നു. അപ്പോൾ പറഞ്ഞപ്പോൾ ബൈ തരാൻ അവർക്ക് മടി കൊല്ലിപ്പണി. അപ്പം എന്തായാലും നമുക്ക് അടുത്ത അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് കാണുന്നവരെ ബൈ.